അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പുറത്ത് പോകുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ ദുബായിലേക്ക് പോകുന്നുണ്ടേനു. അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ 6:45 ആയിന്, രാത്രി ആയിന് കേട്ടോ. ഈ സമയമായതുകൊണ്ട് തന്നെ ഭയങ്കര ട്രാഫിക്കിനും നല്ല ബുദ്ധിമുട്ടിന് കേട്ടോ. ഞങ്ങളങ്ങ് എത്തുമ്പോഴത്തേക്ക് നല്ല ലേറ്റായിനേനു. ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂറേ വേണ്ടു, പക്ഷെ നമ്മൾ 2-2.5 മണിക്കൂർ എടുത്തണം കേട്ടോ അങ്ങ് എത്താൻ. ശരിക്കും പറഞ്ഞാൽ എവിടെയോ പോകേണ്ടതെന്ന് വലിയ പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ദുബായിലാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങ് ഐക്യയിൽ പോകണം. ഞാൻ കുറേ കാലമായി വിചാരിക്കുന്നു കേട്ടോ ഐക്യയിൽ പോകണമെന്ന്, ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇന്ന് നമ്മൾ ഐക്യയിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇത് ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിലേക്ക് പോകുമ്പോൾ പാർക്കിങ് ഫുള്ളാന്നല്ല എഴുതി വെച്ചിട്ടുണ്ട്, എന്നാലും പോയോക്കാന്ന് വെച്ചിട്ട് കയറി കേട്ടോ. പാർക്കിംഗ് സ്പേസ് കിട്ടാൻ വേണ്ടി കുറേ ബുദ്ധിമുട്ടി, കുറേ തിരഞ്ഞു പിടിച്ചതിന് ശേഷം ആട്ടാ കിട്ടീന്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി മോളെ ട്രോളിയിൽ ഇരുത്തിയിട്ടാട്ടാ പോകുന്നത്. ഇവിടെ കുട്ടിക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മളൊരു ഫർണിച്ചറിൻ്റെ ഷോപ്പിലേക്ക് കയറി. നല്ല രസമില്ലേ കാണാൻ, സോഫ സെറ്റും കാര്യങ്ങളൊക്കെ. ഈ മിറർ നല്ല രസമില്ല, ഞാൻ കുറേ കാലമായിട്ടാ വാങ്ങണം എന്ന് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഒരിക്കൽ വാങ്ങണം. അവിടെ ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ മുകളിലോട്ടേക്ക് പോയേട്ടാ. ഇതിൻ്റെ ഉള്ളിലുള്ള അറേഞ്ച്മെൻ്റ് എല്ലാം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊരു ചോക്ലേറ്റിൻ്റെ ഷോപ്പാണ്, എല്ലാം അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ട് കാണാനുള്ള നല്ല രസമില്ലേ. പിന്നെ ഞങ്ങൾ ക്യാരിഫോറിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ക്യാരിഫോറും അങ്ങനത്തെ കുറേ ഷോപ്പുകളുണ്ട്. ആദ്യം തന്നെ നമ്മൾ ക്യാരിഫോറിലാണ് കയറി കേട്ടോ. സത്യം പറഞ്ഞാൽ സാധനങ്ങളൊന്നും വാങ്ങാനില്ല, പക്ഷെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമല്ലോ എന്ന് വെച്ചിട്ട് വീഡിയോ എടുത്തേട്ടാ. ഇത് കണ്ട, ഇത് ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഫാമാട്ടാ. ഫിഷിൻ്റെ ഏരിയയിൽ നോക്കുമ്പോൾ നല്ല രസമുണ്ട്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടെല്ലാം കൊടുത്തിട്ട് കാണാൻ. പിന്നെ മോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി ഇങ്ങനെ പോക്കാട്ടാ. ബാപ്പയും മോളും അവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ട് ഐസ്ക്രീമെല്ലാം. അങ്ങനെ മോക്കൊരു മാംഗോ ഐസ്ക്രീം മേടിച്ചു കൊടുത്തട്ടാ. താഴെയൊരു കാറ് ഷോക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്, അത് നല്ല രസമില്ലേ കാണാൻ. കുട്ടിയൊക്കെ പറ്റിയ ഒരുപാട് പേര് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ മോള് വിശക്കുന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ KFC മേടിച്ചു കൊടുത്തട്ടാ. അങ്ങനെ നമ്മൾ നേരെ പിന്നെ ഐക്യയിലേക്കാണ് പോയത്.
ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തേനെ കേട്ടോ. ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ട് കാണാൻ എന്താ രസമല്ലേ. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. എന്നെക്കൊണ്ട് ആവുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പരമാവധി കണ്ടു നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇങ്ങനെ കാണാൻ ഇഷ്ടമുള്ളവരെല്ലാണെങ്കിൽ ഇത് കണ്ടു നോക്ക്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും രേഖപ്പെടുത്തണേ. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ വീണ്ടും വീണ്ടും താല്പര്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻ്റ് എല്ലാം രേഖപ്പെടുത്തണേ. ഈ ഒരു പോട്ടിന് 29 ദിർഹംസ് ആണ് കേട്ടോ. അതിൽ കുറഞ്ഞതും ഉണ്ട് കൂടിയതും ഉണ്ട്. ഈ ഒരു സെറ്റിന് വരുന്നത് 99 ദിർഹംസ് കേട്ടോ. ഇതിനൊക്കെ 29. ഞാൻ ഇതൊന്നും ഇപ്പം വാങ്ങിയിട്ടില്ല. ചില സാധനങ്ങൾ വാങ്ങിയത്. ഈ ഒരു സാധനം ഞാൻ വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ഫർണിച്ചറിൻ്റെ സെക്ഷനിലേക്കാട്ടോ. ഇത് പ്ലാന്റിൻ്റെ പോട്ടും എല്ലാം വെച്ചിട്ടുള്ള സെക്ഷനാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങിയതാട്ടാ. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഈ ചെടികളെല്ലാം എന്ത് രസമല്ലേ. അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറവുള്ളതും ഉണ്ട്, നല്ല കൂടുതലുള്ളതും ഉണ്ട്. ഈ ഒരു പ്ലാന്റിന് വരുന്നത് 55 ദിർഹംസ് ആണ്. ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഇതെല്ലാം ഔട്ട്ഡോറിൽ ഇടാൻ പറ്റിയതും കിച്ചണിൽ ഇടാൻ പറ്റിയതെല്ലാം ഒക്കെയാണ് കേട്ടോ. ഈ ഒരു സെറ്റ് എൻ്റെ റൂമിലുണ്ട്. പിന്നെ മോള് ഇപ്പം അമ്മ വേണമെന്ന് പറഞ്ഞാൽ അതെല്ലാം വാങ്ങിക്കൊടുത്ത് ഒരു 2-3 ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഓള് കളിക്കാൻ പോയേട്ടാ. ഇവിടെ ഒരു ബോർഡ് ഉണ്ടേനു, അതിൽ കുറേ ചിത്രം വരച്ച് കളിച്ച് ഓള് ഭയങ്കര ഹാപ്പി ആയിട്ടാ. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമ്മൾ എവിടെയാണ് എത്തിപ്പെടുന്നതെന്ന് അറിയില്ല. അത്രക്കും ഏരിയ ഉണ്ട് കേട്ടോ. ഒരു സ്ഥലത്ത് പോയി പിന്നെ തിരിച്ചെത്തണമെങ്കിൽ കുറേ ടൈം എടുക്കും. ഇതിങ്ങനെ നടന്ന് കാണാൻ അത്ര മാത്രം ഉണ്ട് കേട്ടോ.
ഇത് കിഡ്സിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ബെഡും കാര്യങ്ങളും എല്ലാം നോക്കിയാട്ടെ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. മോള് അതിലെല്ലാം ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊരു വീട്ടിൽ എങ്ങനെയാണ് വാർഡ്രോബും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, കിച്ചൺ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത് എല്ലാം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അവരെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഞങ്ങൾ വീട്ടിൽ എങ്ങനെയൊക്കെ ഇതെല്ലാം അറേഞ്ച് ചെയ്യണമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. ഇത് കർട്ടൻസിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഇത് പ്ലേറ്റെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ന്യൂ ബോൺസിനൊക്കെ കിടക്കാൻ പറ്റുന്ന ബെഡാണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി ഉള്ളത് പിന്നെ ബെഡ്റൂം കാണാനും വാഷ്റൂം അതുപോലെ തന്നെ കിച്ചൺ അറേഞ്ച്മെൻ്റൊക്കെ കാണാനായിരുന്നു. അങ്ങനെ ബെഡ്റൂമിൻ്റെ സെക്ഷനിലെത്തിയേട്ടാ. ബെഡ്റൂം ബാത്റൂം അതുള്ള ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഭാവിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താമല്ലോ. കിഡ്സിൻ്റെ ഏരിയയിൽ എത്തി നോക്കുമ്പോൾ നിറയെ കളിപ്പാട്ടങ്ങളാട്ടാ. ഇത് നോക്കിയാട്ടെ, സ്റ്റഡി ഏരിയ ഉണ്ട്. അവർക്ക് പറ്റിയ റൂം എങ്ങനെ സെറ്റാക്കാൻ പറ്റുന്ന എല്ലാ വിധത്തിലുള്ള ഐഡിയാസ് നമുക്ക് കിട്ടും കേട്ടോ. വാർഡ്രോബെല്ലാം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നോക്കിയാൽ നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ. അങ്ങനെ ഞാൻ കാത്തിരുന്ന സ്ഥലത്ത് എത്തിയേട്ടാ. കിച്ചൺ ഏരിയ. മോളിതാ കുക്കെല്ലാം ചെയ്യുന്നുണ്ട് അവിടുന്ന്. ഓള് പറയാം, ഉമ്മ ഇങ്ങനെയല്ലേ കുക്ക് ചെയ്യലേ, ഞാനും കുക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള പാത്രങ്ങളെല്ലാം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വൈറ്റ് കിച്ചണൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയ മോഡൽസ് എല്ലാം ഉണ്ട് കേട്ടോ. ഇത് നല്ല രസമല്ലേ കാണാൻ. ഒരു ഇംഗ്ലീഷ് കിച്ചൻ്റെ ലുക്കൊക്കെ കിട്ടും.
ഒരു ചെറിയ സ്പേസിൽ എങ്ങനെ കിച്ചൺ അറേഞ്ച് ചെയ്യാന്നുള്ള മോഡലും ഐഡിയാസൊക്കെ നമുക്കിത് കാണുമ്പോൾ കിട്ടും കേട്ടോ. പിന്നെ നമ്മളെത്തിയത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ള ഒരു ഐഡിയയിൽ നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. കിച്ചൻ്റെ ഒരുപാട് മോഡൽസ് ഇവിടെ കാണാൻ കഴിയും. കിച്ചൺ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് മാത്രമല്ല, ഓരോ സാധനങ്ങൾ എവിടെയൊക്കെ വെക്കണം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും കേട്ടോ. ഈ വാർഡ്രോബിൻ്റെ ഉള്ളിലെല്ലാം സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഓരോന്നും എവിടെയാണ്, എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്നെല്ലാം നോക്കാം കേട്ടോ. ഈ ഒരു കിച്ചൺ സെറ്റപ്പ് എനിക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ. അതിൻ്റെ വാർഡ്രോബിൻ്റെ കളറും അതിൻ്റെ ഒരു കോമ്പിനേഷനും എല്ലാം നല്ല രസമുണ്ട്. ഈ ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളതും കാണാൻ നല്ല രസമുണ്ട്. മോള് ബെഡിലൊക്കെ കടന്നു നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. സമയം നല്ല നേരം വൈകിട്ടുണ്ടേനു, 12 മണിയായി. അപ്പം നമ്മൾ പോകാമെന്ന് വിചാരിച്ച് കുറച്ച് സാധനങ്ങളെല്ലാം, ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി ബില്ലാക്കി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇനി നേരെ പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.